ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1 കൊറിന്ത്യർ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിന്നുള്ള ഒരു വചനമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. വളരെ സങ്കീർണമായതും മനുഷ്യനിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമായ ഒരു വചനമാണ് ഇത്. പലരുടെ അഭിപ്രായത്തെ മാനിച്ച് പലരും ഈ വചനത്തെക്കുറിച്ച് ഒന്ന് ക്ലാസ് തരാമോ എന്ന് ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ വചനം പറയുന്നത്. ഈ വചനം പരിശുദ്ധാത്മാവിലൂടെ തന്ന വെളിപ്പെടുത്തലുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഇത് പൗലോസ്ലീഹ പങ്കുവെക്കുന്ന ഒരു വചനഭാഗമാണ്. ഈ വചനം നമ്മൾ ഗ്രഹിക്കുമ്പോൾ പൗലോസ്ലീഹ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നതെന്ന് മറ്റുള്ളവരെക്കാളും നന്നായി സ്വയം പൗലോസ്ലീഹയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളൊരു വ്യക്തത ഈ വചനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ, അവൻ്റെ അധമ വികാരങ്ങളെ ോടുകൂടി ദൈവത്തിൻ്റെ ശക്തിയാൽ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവൻ ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവനെ രക്ഷിക്കട്ടെ. ഇതാണ് അതിൻ്റെ ഇത്. പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിലൂടെ രക്ഷയിൽ എത്താൻ കഴിയുമെന്നാണ് ഈ വചനത്തിലൂടെ പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ മനുഷ്യന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. അത് എങ്ങനെയാണ് അവൻ്റെ ആ തെറ്റായ നടപടിക്രമങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവന് ദൈവത്തിൻ്റെ അധികാരത്തിൽ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ ആ പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. അപ്പം തീർച്ചയായും അതെങ്ങനെയാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കും. ഇത് ചിന്തിക്കാനായിട്ട് വരുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ഈ വചനത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അത് ആ വചനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആ വചനത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കിയാൽ, പൗലോസ്ലീഹ വചനം സംസാരിക്കുന്നതിന് മുമ്പ് പറയുന്നത്, നിങ്ങൾ വിജാതികരെക്കാളും വിജാതികരെക്കാളും കഷ്ടമായ മ്ലേച്ഛ പാപങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. അവരുടെ പാപാവസ്ഥയുടെ തീക്ഷ്ണതയാണ് സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി പോലും വീഴ്ച നടത്തുന്ന വ്യക്തികൾ, എന്നിട്ട് അതിൽ അഹങ്കരിക്കുന്നവർ, അതിൽ പശ്ചാത്താപമില്ലാത്തവർ, തിരിച്ചു വരാത്തവർ. ഇതൊക്കെയാണ് ആ വചനത്തിൻ്റെ മുകളിൽ കിടക്കുന്നത്. അവിടെ മനസ്സിലാക്കുമ്പോൾ ആ പാപത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്നാണ് ആ വചനത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. ഈ മനുഷ്യർ അത്രയ്ക്ക് അധപ്പതിച്ചവരായിരുന്നു എന്നുള്ളതാണ് പൗലോസ്ലീഹയുടെ കാഴ്ചപ്പാടിൽ അവിടെ കാണുന്നത്. അവിടെ ദൈവീകമായ കാഴ്ചപ്പാടുകളോ ദൈവീകമായ പ്രവർത്തനങ്ങളോ പങ്കുവച്ചിട്ട് അതിൽ ഒരു വിഭാഗം ജനത മാറ്റം വരൂലാത്തവരാണ് എന്ന് പൗലോസ്ലീഹായ്ക്ക് കിട്ടുന്ന വലിയൊരു ഉറപ്പാണ്. അവരുടെ പാപത്തോടു കൂടെ അവരെ പിശാചിന് ദൈവത്തിൻ്റെ ശക്തിയാൽ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം ദൈവം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഏത് പാപക്കുഴിയിൽ കിടന്നാലും, ഏത് പാപത്തിൻ്റെ സ്വാധീനത്തിൽ കിടന്നാലും, ദൈവത്തിനൊരു മനുഷ്യനെയോ മനുഷ്യൻ്റെ പ്രവർത്തികളെയോ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ അതിൽ നിന്ന് വളരെ സിമ്പിളായി പുറത്തു കൊണ്ടുവരാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ദൈവീക ശക്തിക്ക് മുകളിൽ ഒരു ശക്തികളില്ല, അങ്ങനെ പവറില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കണം. കാരണം ഇത് വേറൊരു വ്യക്തിയെക്കാളും, വേറൊരു പ്രവാചകനേക്കാളും, വേറൊരു സുവിശേഷകനേക്കാളും നന്നായി പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. കാരണം പൗലോസ്ലീഹ ഏറ്റവും കൂടുതൽ വചനം പ്രഘോഷിച്ച് വിജാതീയരുടെ ഇടയ്ക്കാണ്. വിജാതീയർ എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ഒന്നും അറിവില്ലാത്ത മനുഷ്യരായിരുന്നു. അവരുടെ ഇടയിൽ ദൈവത്തെ കൊടുക്കുകയായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യർക്കുള്ള പാപാവസ്ഥ പോലുമല്ല ദൈവത്തെ അറിയുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നവരിൽ ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് മ്ലേച്ഛമായ പാപാവസ്ഥയാണ്. അവരെ പോലും പാപത്തിന്റെ ചെളിക്കുഴിയിലേക്ക് തള്ളിവിട്ട പാപത്തിന്റെ അടിമത്വത്തിൽ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ പോലും ആ പാപത്തോട് കൂടെ അവരെ രക്ഷിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന് അതിന് കഴിയും. കാരണം അവരുടെ മുമ്പിൽ ദൈവികമായ പദ്ധതികളെക്കുറിച്ച് പ്രഘോഷിച്ചിട്ടോ പറഞ്ഞിട്ടോ യാതൊരു അർത്ഥവുമില്ല എന്ന് പൗലോസ്ലീഹായ്ക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാപാവസ്ഥയോടുകൂടി ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവരെ തള്ളിവിടുകയാണ്. അപ്പൊ അത് പറയാൻ കാരണം, പൗലോസ്ലീഹ പാപത്തിന്റെ അടിമത്തത്തിലൂടെ പോയ ഒരു മനുഷ്യനാണ്. ദൈവിക പദ്ധതികളെയും ദൈവത്തിന്റെ നിയമങ്ങളെയും ഏറ്റവും കൂടുതൽ ധിക്കരിക്കുകയും ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. അത്ര പാപക്കുഴിയിൽ കിടന്ന മനുഷ്യനെ ദൈവത്തിന് തിരിച്ചു പിടിക്കാൻ ഒരു നിമിഷം പോലും വേണ്ടായിരുന്നു. അപ്പോൾ ശരിക്ക് പാപത്തിലൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ പിശാചിന്റെ വികാരങ്ങൾക്കും ചിന്തകൾക്കും അടിമപ്പെട്ട് അവനിൽ നിയന്ത്രിതനായി നടക്കുകയായിരിക്കും
എന്ന് മറ്റൊരു വ്യക്തിയെക്കാളും നന്നായി പൗലോസ്ലീഹായ്ക്ക് അറിയാം. കാരണം പൗലോസ്ലീഹ അതേ ചെയ്തികളിൽ കൂടി നടന്ന ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഡെഫിനിഷനിൽ പാപത്തിന് ഏറ്റക്കുറച്ചിലില്ല. എല്ലാ പാപാവസ്ഥകളും ഒരുപോലെയാണ് ദൈവത്തിന്റെ നീതിയുടെ മുമ്പ്. അപ്പോൾ അങ്ങനെ നടന്ന പൗലോസ്ലീഹായെ എത്ര സിമ്പിളായിട്ടാണ് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കൊണ്ടുവന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് ആ വചനത്തിൽ അറിയാം. അങ്ങനെ പാപക്കുഴിയിൽ കിടന്ന പൗലോസ്ലീഹായെ വളരെ സിമ്പിളായിട്ട് പൊക്കിയെടുത്ത തമ്പുരാന് എത്ര വലിയ അധമമായ പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെയും ആവശ്യമെന്ന് തോന്നിയാൽ, സ്വീകരിക്കണമെന്ന് തോന്നിയാൽ, ഉപയോഗിക്കണമെന്ന് തോന്നിയാൽ അതേ നിമിഷം തന്നെ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ പൊക്കിയെടുക്കാൻ കഴിയുമെന്ന് പൗലോസ്ലീഹായ്ക്ക് അറിയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, എല്ലാ മനുഷ്യരും കൊണ്ട് പാപം ചെയ്തിട്ട് നമ്മൾ തിരിച്ചു ചെന്നാൽ, നമ്മൾ ഏറ്റുപറഞ്ഞാൽ, ക്ഷമ ചോദിച്ചാൽ, നമ്മൾ ആ പാപത്തിലേക്ക് പോകാതിരുന്നാലൊക്കെ നമ്മൾ പൂർണ്ണരായി രക്ഷപ്പെട്ടു എന്ന്. അങ്ങനല്ല. പാപത്തിന് പ്രാശ്ചിത്തവും അതിന് ചില പരിണിത ഫലങ്ങളുമൊക്കെ ഉണ്ടാവും. പക്ഷേ ദൈവത്തോടു കൂടെ നമ്മൾ തിരിച്ചു വന്നവരാണെങ്കിൽ, ദൈവം സംരക്ഷിച്ചവരാണെങ്കിൽ ഒരിക്കൽ പോലും അത് ജീവിതത്തിലെ നാശങ്ങൾക്കോ തകർച്ചകൾക്കോ നിത്യമായ ഒരു വീഴ്ചകൾക്കോ കാരണമാകിയല്ലെന്ന്. പക്ഷെ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും ചില ക്ഷതങ്ങളും ചില സന്തോഷക്കുറവുകളും ഒക്കെ നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ദൈവിക പരിലാളനയിൽ തിരിച്ചു വന്നതായതുകൊണ്ട് അവിടെ ദൈവത്തിന് നമുക്ക് സംരക്ഷണം തരാനും നമ്മൾ തകർച്ചയിലേക്ക് പോകാതെ കാക്കാനും ഒക്കെ കഴിയും. ആ സംരക്ഷണം നമുക്ക് കിട്ടും. അതിൻ്റെ പേരിൽ ഒരായുസ് മുഴുവൻ ചെയ്ത തെറ്റുകളൊക്കെ ചുമ്മാ കണ്ണുമടച്ചങ്ങ് വിട്ടുകളയും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത്. അതിന് പ്രാശ്ചിത്തം ഉണ്ടാവും. പ്രാശ്ചിത്തത്തിന് അതിൻ്റെ വേദനകൾ ഉണ്ടാവും. ആ വേദനകളെയും കൂടെ ആ പ്രാശ്ചിത്തത്തെയും കൂടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വർഷം പുറകോട്ട് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി പോയ മനുഷ്യനാണ്, അതിൻ്റെ ചെറിയ പരിണിത ഫലങ്ങളല്ലേ ഉള്ളൂ കർത്താവേ, ഞാൻ അനുഭവിക്കേണ്ടിയിരുന്നതിൽ നിന്ന് എത്രയോ ചെറുതാണ് ഇതെന്നുള്ള ചിന്താഗതിയോടുകൂടെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുവാൻ കഴിയുമ്പോഴാണ് ആ മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിൽ പൂർണ്ണമാകുന്നതും ദൈവത്തിൻ്റെ സന്തോഷവിധേയമാകുന്നതും. ഇങ്ങനെയൊക്കെ തെറ്റിലേക്ക് പോയിട്ട് നമ്മൾ കടന്നു വന്ന് കുറെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, നമുക്ക് ദൈവം സംരക്ഷണമൊക്കെ തന്നെ നമ്മളെ നിലനിർത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറെ വീഴ്ചകളും ഉയർച്ചകൾക്ക് തടസ്സങ്ങളും വേദനകളും ഒക്കെ കടന്നു വരും. അപ്പൊ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, ഇത്രയും പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എപ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന്. പക്ഷെ ഓർക്കുക, ഈ പറയുന്ന വ്യക്തിയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഈ വ്യക്തി ഒന്ന് ചിന്തിക്കണം. ചെളിക്കുഴി കിടക്കുന്നവനെ കുളിപ്പിച്ച് മുകളിൽ കൊണ്ടുവന്ന് കുഴപ്പമില്ലാതെ പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സഹനങ്ങളെ, അവൻ ചെയ്തതിൻ്റെയൊക്കെ പരിണിതഫലമായി പല വിശുദ്ധീകരണത്തിൻ്റെയും മേഖലകളായി ഉണ്ടാകുന്ന ചെറിയ ചെറിയ സഹനങ്ങളെ പോലും അവന് സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ കൂടെ കൂടി കംപ്ലീറ്റ് എനിക്ക് തന്നെ, പിന്നെ ഒരു വീഴ്ച എനിക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ ക്ലീൻ ആയിരിക്കണം. അങ്ങനെ അല്ല, അങ്ങനെ സംവിധാനം നമ്പരാനില്ല. എത്ര നന്നായി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൂടെ പോകുമ്പോഴും ഭൂമിയിൽ ജീവിക്കുമ്പോൾ വീഴ്ചകൾ ഉണ്ടാവും. കാരണം ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സ്വതന്ത്രരായി നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയല്ല. നമുക്കിവിടെ പിശാചിനോട് ഫൈറ്റ് ചെയ്യാനും യുദ്ധം ചെയ്യാനും പറ്റുന്ന ഇഷ്ടംപോലെ മേഖലകളുണ്ട്. ഈ മേഖലകളിൽ കൂടെ മനുഷ്യൻ കയറുമ്പോൾ മനുഷ്യൻ ബലഹീനനാണെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ഉണ്ടാവും. ആ പ്രവൃത്തികളിൽ നമുക്ക് വീഴ്ചകൾ ഉണ്ടാവും. ആ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അവിടെ നിലനിർത്താനുള്ള സംരക്ഷണം ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യന് തരും. ദൈവയുടെ സംരക്ഷണം തരും. പക്ഷേ അവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പല്ല അവിടെ തരുന്നത്. ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ചില വീഴ്ചകൾ ഉണ്ടാവും. ആ വീഴ്ചകളുടെ എൻഡിൽ നമ്മൾ നിൽക്കുമ്പോഴായിരിക്കും ദൈവം നമ്മളിലേക്ക് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ആ വീഴ്ചകളുടെ എൻഡിൽ വരുമ്പോഴും നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റണം, നിനക്കെന്നെ രക്ഷിക്കാൻ പറ്റും, നിനക്കെന്നെ സഹായിക്കാൻ പറ്റും, നിനക്കെന്നെ സ്വീകരിക്കാൻ പറ്റും, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് തുറന്ന മനസ്സോടെ പറയണം. അഥവാ മറിച്ചാണ് പ്രതിഫലമെങ്കിൽ പോലും കർത്താവിന് നന്ദി പറയാൻ പഠിക്കണം. അവിടെ മാത്രമേ ദൈവം പൂർണ്ണനാവുന്നുള്ളൂ. അതാണ് അബ്രഹാത്തിന്റെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് നമ്മളെ എപ്പോഴും. അതാണ് അബ്രഹാത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, എല്ലാം തരുന്ന ദൈവം എല്ലാം തിരിച്ചു സ്വീകരിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ സന്തോഷത്തോടു കൂടി അത് തിരിച്ചു കൊടുക്കാനും, ഞാനും ഈ ഭൂമിയിൽ ക്ഷണികനാണ് എന്നും എൻ്റെ ജീവിതവും കുറച്ചു കാലം മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറിക്കോട്ടെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഉറച്ച വിശ്വാസം. പാപത്തിന്റെ ചെളിക്കുഴിയിൽ കിടന്ന പൗലോസ്ലീഹായെ കർത്താവ് തോണ്ടിയെടുത്തപ്പോൾ പൗലോസിലുണ്ട വിശ്വാസത്തിന്റെ തീഷ്ണത ഇതായിരുന്നു. അപ്പൊ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് തോന്നുന്ന മനുഷ്യൻ, പൗലോസ്ലീഹായുടെ വാക്കുകളിലൂടെ അവരിൽ മാറ്റം ഉണ്ടാവുകയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ പാപത്തോടുകൂടെ അവരെ വിട്ടുകൊടുക്കുകയാണ്. അതിൽ നിന്ന് ദൈവത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമെന്ന ബോധ്യം പൗലോസ്ലീഹായ്ക്കുള്ളത് കൊണ്ട് ആ ബോധ്യത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ അവിടെ സൂചിപ്പിക്കുന്നത്. ഈ വചനം പെട്ടെന്ന് നമ്മൾ എടുത്തു വായിച്ചാൽ
നമ്മൾ തന്നെ ചിന്തിച്ചു പോവും ഇത് എന്നതാണ്. അതുകൊണ്ട് പലർക്കും ഈ വചനം ഒരു ഡൗട്ട് വന്നതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ ഈ വചനം പങ്കുവയ്ക്കേണ്ടതായിട്ട് വന്നത്. ദൈവനാമത്തിൽ ഈ അർത്ഥത്തിൽ നിങ്ങൾ ആ വചനം മുഴുവൻ മനസ്സിലാക്കി ഒന്ന് വിലയിരുത്തി വായിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ കുറവുകളും പൗലോസ്ലീഹ എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ.